ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കൽ കൂടി അവർ തേടി വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് ദ ഫുൾ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അവരുടെ മനസ്സിൽ മൊത്തത്തിലൊരു പേടിയുണ്ട്, ഒരു ഭയമുണ്ട്, അതുപോലെ ഒരു കൺഫ്യൂഷൻ, ഇതെല്ലാം അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ തേടി വരണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിലും അപ്പോൾ ആ ഒരു ഭയം കാരണം അവർ പിന്നോട്ട് മാറി നിൽക്കുന്നു, പിന്നോട്ട് നീങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, അങ്ങനെ നിങ്ങളെ തേടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്നൊരു പേടിയാണ് അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അവരിപ്പോൾ ഒറ്റയ്ക്കായി പോയ ഒരു ഫീലിങ്സിൽ തന്നെയാണ് അവരുള്ളത്. ആ ഒരു ഒറ്റയ്ക്കാകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെ തന്നെ പരിശോധിക്കുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമയങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് അവർ പരിശോധിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം അവരെടുത്തു വെച്ച് അവരുടെ മനസ്സിൽ അവർ പരിശോധിക്കുകയാണ്. അപ്പം നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊന്നും എന്നെ അലട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ റിലേഷൻഷിപ്പോ ഒന്നും എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ അവർ പുറത്ത് കാണിക്കുന്നു. പക്ഷെ അവരെ നിങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതവരെ വളരെയധികം അലട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളോടുണ്ട് അവർക്ക്. നിങ്ങളുമായൊരു ഇമോഷണൽ ബോണ്ട് ഇപ്പോഴും അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ 2 ഓഫ് കപ്സിന്റെ കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പം ഇവിടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയി, ഇനി ഇതിനൊരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല എന്നൊരു അവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മൂലം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, സിറ്റുവേഷൻസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെതിരാണ്. ഈവൻ ഈ ഒരു പേഴ്സൺ കൂടി നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന, അതുകൊണ്ട് തന്നെ ഇനി ഇത് മുന്നോട്ട് പോവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഒരു റീസ്റ്റാർട്ട് ഇല്ല, ഇത് എൻഡായി പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു സ്ഥലത്താണ് നമുക്കിവിടെ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു ഇമോഷൻസും കാര്യങ്ങളെല്ലാം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ കൂടുതലായിട്ടും ഒരു റിഗ്രറ്റ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 5 ഓഫ് കപ്സ് വരുമ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നഷ്ടപ്പെട്ടതിനെ നോക്കി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടത് നിങ്ങളെയാണെന്ന് അവർക്ക് ഈ ഒരു സമയത്താണ് ബോധ്യമാകുന്നത്. അപ്പോൾ ആ ഒരു പഴയ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളോ വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ ഓർത്തിട്ട് അവർ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് തന്നെയാണ് വളരെയധികം കുറ്റബോധം ആ ഒരു പേഴ്സൺ തോന്നുന്നു എന്ന് തന്നെയുള്ളതാണ്. ഒരു ശരിക്കും ഒരു മെൻ്റൽ പ്രിസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മാനസികമായിട്ട് അവരുടേതായ മനസ്സിൻ്റെ ഉള്ളിൽ അവർ തന്നെ ഒരു തടവറ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ കയറി നിൽക്കുന്ന ഒരവസ്ഥ. അവരെ ചുറ്റി നിൽക്കുന്ന ആ ഒരു തടവറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈഗോസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഫിയർ, സൊസൈറ്റി ഫിയർ, സൊസൈറ്റിയുടെ പ്രഷർ, അല്ലെങ്കിൽ പാസ്റ്റ് പെയിൻസ്, ഇതെല്ലാം ആണ് അവരെ ഇങ്ങനെ ഒരു മെൻ്റൽ പ്രസന്റിനകത്താക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നതിന് കാരണവും അത് തന്നെയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഒത്തിരി ഫീലിങ്സും കാര്യങ്ങളുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ആക്ഷനും വരാത്തതിന് കാരണം ഇത്തരം കാര്യങ്ങളാണ്. ചിലപ്പോൾ സൊസൈറ്റി പേടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരെ പേടിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ എനിക്കെതിരായി നിൽക്കുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ ഒത്തിരി ഈഗോ ഒക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഈഗോ ഹർട്ടാകുമോ, ഇതൊക്കെ കാരണമാണ് അവർ ഒരു ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു നൈറ്റ് ഓഫ് കപ്സ് നമുക്കിവിടെ വരുമ്പോൾ
ഇവിടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അപ്രോച്ചിന്റെ ഒരു കാർഡാണ് ശരിക്കും നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയാം, സൂചിപ്പിക്കുന്ന അതാണ്. അവർ ഒരു സോഫ്റ്റ് വേയിൽ ഫീലിങ്സ് കൊണ്ട് തന്നെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ ഫീലിങ്സുകളൊക്കെ ഒളിപ്പിച്ച് പിടിച്ചിരിക്കുന്നു. കൺട്രോൾ വിട്ടു പോകുമോ എന്നുള്ളൊരു പേടി കാരണം അവർ തുറന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി അവരെ ഒരു സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ എനർജി അവരെ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ഒരു സ്ട്രെങ്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഇതെല്ലാം അവരെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തിരിയാനായിട്ട് കാരണമാക്കുന്നു എന്നുള്ളതാണ്. അവർക്കിപ്പോൾ ഒരു മെന്റൽ ബേർഡൻ കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഇവർക്കുണ്ട്. ആ ഒരു ഇവരുടെ ലൈഫിൽ ഇവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ കുറേ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ കാരണമാണ് ഇവർ നിങ്ങളിലേക്ക് എത്താൻ വൈകിപ്പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ന്യൂ ബിഗിനിങ്ങിന് ചാൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാർഡാണ്. വീണ്ടും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിയൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഈ ഒരു ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വഴി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള സ്മോൾ സ്റ്റാർട്ടായിരിക്കും അത് വരുന്നത്. അതിനുശേഷം ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഗ്രോത്തിലേക്ക് പോയി നല്ല രീതിയിൽ ഫ്ലറിഷ് ആയി പോകാനുള്ള ചാൻസാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് 3 ഓഫ് വാൻഡ്സിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ടൈമിംഗ് കാർഡാണ് 3 ഓഫ് വാൻഡ്സ്. അവർ വരും, പക്ഷെ ഇമ്മീഡിയറ്റ്ലി അല്ല. കുറേ പ്ലാനിങ്ങിന്റെ ഫേസ് ഉണ്ടാവും. അത് പ്ലാനിങ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതിന്റെ ഫേസ് ഉണ്ടാവും. അവരുടെ ഈഗോസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്ത് അവർ ഹീലാകേണ്ട ഒരു ഫേസ് ഉണ്ടാവും. ഇങ്ങനെയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമെടുത്തതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് 3 ഓഫ് വാൻഡ്സിന്റെ എനർജിയിൽ പറയാൻ പറ്റും. പിന്നെ ദംബറസ് കാർഡാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന മാസ്റ്റർ കാർഡ് പോലെ വന്നിട്ടുള്ള ഒരു കാർഡ്. അപ്പോൾ ഫൈനൽ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ അവർ വീണ്ടും തേടി വരാനുള്ള ഒരു സ്ട്രോങ് പോസിബിലിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് ആദ്യമേ നമുക്ക് 3 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ടൈമിംഗ് കാർഡാണ്, കുറച്ച് സമയം എടുക്കും എന്ന് പറയുന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ വന്നിട്ടുള്ള മറ്റൊരു കാർഡാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. അതൊരു ന്യൂ ബിഗിനിങ്ങിന്റെ ഒരു ചാൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇത് എംബ്രസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും സ്ട്രോങ് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഒരു നിങ്ങളുടെ ഒരു കെയർ അല്ലെങ്കിൽ അഫെക്ഷൻ, ന്യൂട്രിങ് എനർജി, ഇതെല്ലാം ആണ് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവരുടെ ഒരു സ്നേഹത്തിന്റെ ഫ്ലോ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ. അതെ, അവർ ഒരിക്കൽ കൂടി നിങ്ങളെ തേടി വരും, പക്ഷെ കുറച്ച് ഈഗോയും അതുപോലെ തന്നെ ഫിയറും കാരണം കുറച്ച് ഡിലേ ഉണ്ടാകും. ഇമോഷണൽ വേയിലായിരിക്കും അവരുടെ ഒരു കംബാക്ക് ഉണ്ടാവുക. കംപ്ലീറ്റ്ലി ക്ലോഷർ ആയിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് ഉറച്ചു പറയാനായിട്ട് പറ്റും. നിങ്ങളിലേക്ക് അവർ വരുന്നത് ഒരു സ്ലോലി ആയിരിക്കും, പക്ഷെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു റീകണക്ഷൻ പോസിബിൾ ആണ് എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും, ഇവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഇതിനു മുന്നും ഇതുപോലെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, റീയൂണിയൻ വന്നു, അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി, അങ്ങനെ സെപ്പറേഷൻ ആയി പോകും, ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് ഇത് നിങ്ങളിലേക്ക് ഉണ്ടാകുമോ എന്നൊരു സംശയം ഈ ഒരു പേഴ്സണും ഉണ്ട്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ബൗണ്ടറീസ് വേണം. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു പ്രോപ്പർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്ഷമ വേണം, പേഷ്യൻസ് വേണം എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സത്യസന്ധത നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ഈഗോസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഈഗോയൊക്കെ എടുത്ത് മാറ്റി ഒരു വളരെയധികം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒക്കെ സ്വഭാവക്കാരൊക്കെ ആണ് നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പതിയെ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് പോസിബിൾ ആണ്, പക്ഷെ ഫോഴ്സ് കൊണ്ട് അത് നടക്കില്ല. നിങ്ങൾ സൈലന്റ് ആയിട്ട് കാമായിട്ട് ഒരു കാം സ്ട്രെങ്തോടും ഒരു ഇന്നർ കൺട്രോളോടും കൂടി മാത്രമേ ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ഫസ്റ്റ് തന്നെ ബൗണ്ടറീസ് എല്ലാം കീപ്പ് ചെയ്യണം, നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, സെൽഫ് റെസ്പെക്റ്റ് രണ്ടുപേർക്കും വേണം.
പിന്നെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകണം ഈ ഒരു റിലേഷൻഷിപ്പിൽ, എങ്കിലും അതൊരു ബാലൻസിലായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. സ്ലോലി പ്രാക്ടിക്കലി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പറയാനായിട്ടും അതുപോലെ ചെയ്യാനായിട്ടും ഒക്കെ രണ്ടുപേരും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേമിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടത്തി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സർവൈവ് ചെയ്യും. പക്ഷേ ഇതൊരു വൺ സൈഡഡ് ആക്കിയാൽ വീണ്ടും ഇത് ബ്രേക്കപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരാൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകുള്ളൂ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ, ഇപ്പം നിങ്ങളാണ് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരാളെ കുറച്ച് പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേമിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള കോൺവെർസേഷൻ നടത്തുക ഈ ഒരു പേഴ്സണുമായിട്ട് എന്നുള്ളതാണ്. ഒരു ലോങ് ടൈം കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാനായിട്ട് ഇടയുണ്ടാകും. അതുപോലെ തന്നെ ക്ലിയർ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഒരു ക്ലാരിറ്റി എല്ലാ കാര്യത്തിലും ഡിസിഷനും എല്ലാ കാര്യത്തിലും എടുക്കാനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇമോഷണൽ ഓപ്പണിംഗ് എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്ക് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാനും അവർക്ക് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകാനുമുള്ള ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ഫ്രീഡം നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഫസ്റ്റ്ലി ഒരു ബ്രേക്കപ്പിന് മുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് പാറ്റേണിലാണോ ആ ഒരു പാറ്റേണിൽ തന്നെ പോകരുത്. അത് എൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് എൻഡ് ചെയ്ത് കളയാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് പാറ്റേണാണോ അത് മാറ്റി പിടിക്കാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നിട്ട് പുതിയൊരു റീബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാൽ മാത്രമേ ഒരു ലോങ് ടൈം പോസിബിലിറ്റി നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.